അജാസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് നമുക്കൊപ്പമുണ്ട്. പക്ഷേ അജാസ്, ഇക്കാര്യത്തിൽ സാമൂഹ്യ നീതി എന്ന ഭാഗമാവാം കോടതി ഒരുപക്ഷെ പരിഗണിച്ചത്. പക്ഷേ ഒരിടത്ത് നീതി കിട്ടുമ്പോൾ മറുവശത്ത് നീതി കിട്ടാതെ പോകുന്നവരുണ്ട് എന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടായിരുന്നല്ലോ കേരള സർക്കാർ ഇന്ന് ഇത്തരത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവന്നത്. പക്ഷേ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഇനി എന്താണ് ഇതിന്റെ ഒരു ഭാവി ഉണ്ടാവാൻ പോകുന്നത്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് കഴിഞ്ഞ ജൂലൈയിൽ ഈ കീം റിസൾട്ട് വന്നപ്പോൾ 2024 കീം റിസൾട്ട് വന്നപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അവഗണന ഉണ്ടെന്ന് പറഞ്ഞ് വൻ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നതാണ്. എനിക്ക് 100% പറയാൻ പറ്റും, ആ ഒരു ഇപ്പോൾ പ്രോസ്പെക്ടസിലുള്ള ആ ഒരു ഫോർമുല എന്താണ്? തികച്ചും അനീതിയാണ് കേരള സിലബസിലെ കുട്ടികൾക്ക്. അതായത് ഒരു കുട്ടിക്ക് കീമിൽ ഫുൾ മാർക്കും അതേപോലെ തന്നെ +2 ഫുൾ മാർക്ക്, അതായത് കേരള സിലബസ് പഠിച്ച കുട്ടി അവന്റെ മാക്സിമം നേടിയിട്ട് പോലും കഴിഞ്ഞ വർഷം അവന്റെ റാങ്ക് 1ാമതോ 2ാമതോ ആയിരുന്നില്ല, 25ന്റെ അടുത്തായിരുന്നു. ആദ്യത്തെ 100ൽ 2 കേരള സിലബസ് കുട്ടികളെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോർമുല തെറ്റാണെന്നും അത് അനീതിയാണെന്നും ഒരു വർഷം മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷേ അത് പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്നതിന് മുന്നേ മാറ്റാതെ പ്രോസ്പെക്ടസ് തയ്യാറാക്കി എക്സാമും കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന്റെ തൊട്ട് മുന്നെയാണ് എന്ത് ചെയ്തത്? ഈ റൂൾ മാറ്റിയിട്ടുള്ളത്. അതായത് ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. ഒരു സംശയമില്ലാത്ത കോടതി തള്ളുന്നുള്ളത് 100% ഉറപ്പായിരുന്നു.